മൊയ്തോ ആ ഞാൻ ആലോചിച്ചൊക്കെയാണേ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു സ്വഭാവേ നമ്മള് നമ്മുടെ മക്കള് ജീവിതകാലം മുഴുവൻ ഇവിടെ കൂടെ ഉണ്ടാവും കരുതുന്നൊക്കെ വെറുതെ കേട്ടോ. വെറുതെ വിചാരിക്കുക. അതങ്ങനെ ഒരാകോട്ടെ അറിഞ്ഞില്ലേ? നമ്മുടെ മാധവന്റെ മകല്ലേ പ്രദീപ്, അവൻ ഇന്നലെ ഭാര്യനും കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങൾ അറിഞ്ഞില്ല? ഇല്ല. അതെന്തിരി? അതിപ്പോ എന്തോ ഒരു കാര്യം പ്രദീപിനോട് മാധവേട്ടൻ പറഞ്ഞു. കുറച്ച് ദേഷ്യത്തില് ഭാര്യയുടെ മുമ്പില് അച്ഛൻ ദേഷ്യപ്പെട്ടു എന്നും പറഞ്ഞു ഭാര്യനും കൂട്ടിയിട്ട് ഇറങ്ങിയാ പോയി. അല്ല തരക്കണ്ട. ഈ പിള്ളേരല്ല ഈ പെൺപിള്ളേർ വന്ന ഈ ആമ്പിള്ളേർ ആകെ മാറുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ ചെക്കന്റെ രൂപം ഭാവം മാറ്റിയെടുക്കുന്നത് എല്ലായിടത്തൊന്നും ഇല്ല. ഇപ്പൊ നമ്മളെ വരയിലായിരുന്നു നോക്കി. ഞാൻ അടക്കം ഞങ്ങൾ 5 ആൺകുട്ടികളാ. സുക്കൂറുണ്ട്, ജബ്ബാറുണ്ട്, ഫൈസൽ ഉണ്ട്, ഷെരീഫ് ഉണ്ട്. പക്ഷെ നമ്മളെ ബാപ്പ പറയാണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യൂല. ബാപ്പ മൂത്രം വെച്ചടാന്ന് പറഞ്ഞാൽ നമ്മള് മൂത്രം വയ്ക്കും. ബാപ്പ തിന്നോന്ന് പറഞ്ഞാൽ നമ്മള് തിന്നു. അത് വാപ്പാന്റെ ഇതാണ് നിയന്ത്രണത്തിലായതുകൊണ്ടാണ്. അങ്ങനെ ആവണമെന്നായി പറയണതേ. ഞങ്ങൾ 5 ആൾക്കാരെ പെണ്ണുങ്ങളും 14 കുട്ടികളും ഉണ്ട് അവിടെ. നമ്മളൊരു പ്രതീക്ഷയിലല്ലേ നമ്മുടെ കുട്ടികളെ വളർത്തുക. അവര് കല്യാണം കഴിച്ച ഒരു കുടുംബമാകുമ്പോ അച്ഛനും അമ്മേനും ഒരു വില ഇല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്ത. ഒറ്റമൊളി ഒഴിവാക്കികള് നിങ്ങൾ 10-15 പെണ്ണാണാൻ പോയ കാര്യമൊക്കെ ശരിയായിട്ടില്ല. പെണ്ണ് കിട്ടിയില്ല. അതുകൊണ്ടാണ് വേറെ കാര്യം കേട്ടോ. ഇതിപ്പോ പ്രദീപന്റെ ഭാര്യ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടും ഓൻ ചിലപ്പം പോവാലോ. അത് ഈ ഭാര്യ എന്നുണ്ടായി എന്ത് ഭാര്യ പറഞ്ഞാലും അച്ഛൻ പറയണത് അവനെ കേട്ടൂടെ? എന്നാ ഈ പ്രശ്നം ഉണ്ടാവോ? അല്ല, എന്നാലും പല വീട്ടിലും ഭാര്യമാര് ഉണ്ണിയാ നല്ല എന്റെ കൂട്ടുകാരൻ പ്രദീപ് ചെയ്തത് ശരിയായില്ല ചേട്ടാ. അല്ല ഓനങ്ങനെ പോകാൻ പാടുണ്ടോ? എന്ത് അങ്ങനെ പോവാണ്ടിരിക്കുക? ഇവനല്ലേ അവന് വാടക വീട് എടുത്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞു ശരിയാക്കിയാ കൊടുത്തല്ല ഞാൻ. പിന്നെങ്ങനെ? എന്നാലും വളരെ മോശമാണ് ഉണ്ണിയരാ മാധവട്ടനോട് ദീപ് കാണിച്ച്. ഒരിക്കലും പോകാൻ പാടില്ലേ. എന്തി പറയുന്ന പോലൊക്കെ പ്രായപൂർത്തിയായിട്ട് മക്കളെല്ലാം ഭാര്യ ഒന്നിച്ച് നിൽക്കപ്പോ ഈ അച്ഛന്മാരെ കയറി ചൊറിയാൻ പാടില്ല. അവർക്ക് അവരുടേതായ അഭിപ്രായം കണ്ടാൽ അത് മാനിച്ചു കൊടുക്കണം. ആ മാധവേട്ടന്റെ വിഷമം ഒന്ന് കാണണം. ഈ മോതോട്ടം മാങ്ങാത്തോരി അയാളെ വിചാരം തന്ന് ഈ അച്ഛന്മാർ മാത്രമാണ് ഈ മക്കളെ സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരു കാര്യം ഞാൻ പറയാം. എന്ത് കാര്യം? ഇപ്പൊ ഈ പറയണ്ടല്ലോ, നിനക്കൊരു മോണ്ടല്ലോ, അവൻ വലുതായിട്ട് കല്യാണം കഴിച്ചിട്ട് നിന്നെ ഇട്ടിട്ട് പോകുമ്പോൾ അടക്കത്തിന്റെ ഞാൻ വേണ്ടുന്ന കാര്യം ചെയ്തു കൊടുക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു അച്ഛനാണ്, ഞാനൊരു അച്ഛനാണ്. ബാധിക്കണ്ടാക്കി നിങ്ങളെ ഈറ്റികളെ പിടിച്ചിരുന്ന് ഈ വർത്താനം കേൾക്കാൻ എന്തോ ഉപദേശമുണ്ട്. അവര് മാറി താമസിക്കും, പ്രദീപ് വേറെ വീട്ടിൽ താമസിക്കും. ഈ അച്ഛൻ അന്നേരം എന്താ വെള്ളം കിട്ടാണോ ചാവും. ഒന്ന് നിങ്ങൾ ഒരു കുളവും പിടിക്കില്ല. ചെക്കന്മാരുടെ കൂട്ടുകുടുംബങ്ങളാണ് നമ്മുടെ മക്കളൊക്കെ നല്ല കുടുംബത്തില് നല്ല കൂട്ടുകാരുടെ കൂടെ ജീവിക്കും. കുഴപ്പമുണ്ടാവില്ല. പ്രദീപിന്റെ കൂടെ അതെ പോയ പോക്കേണ്ടത്. അതെ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. നമ്മളെ മാധവേട്ടന്റെ മോൻ പ്രദീപില്ലേ, ഓൻ താമസം മാറ്റിക്കാഞ്ഞു പെരേന്ന്. അതെ അതിന് മാധവൻ എന്ത് കാട്ടി? അവന്റെ മകനല്ലേ. പറ്റാത്തൊരു കാര്യം കണ്ടപ്പോ ഒന്ന് ദേഷ്യപ്പെട്ടു. അതിപ്പോ മക്കളോട് അച്ഛന്മാര് ദേഷ്യപ്പെട്ടില്ല. പിന്നെന്താ? അപ്പൊ അവൻ അത് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ദേഷ്യപ്പെട്ടു, എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭാര്യയുടെ വാക്കും കേട്ടിട്ട് അവളായിട്ട് അവിടെ ഇറങ്ങിപ്പോയി. അത് ചെയ്യാൻ പാടില്ലല്ലോ. വാടക വീട്ടിലെ താമസിക്കുന്നപ്പോഴേ. അതെല്ലേ. പിന്നെ മാത്രല്ല സുഗത, ഇപ്പൊ ഈ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, അതാണ് ആ ബന്ധം എന്ന് പറഞ്ഞാൽ അത് മരിക്കുന്നത് വരെ വേണം. വേണ്ടേ? ഇതിങ്ങനെ വളർത്തി കൊണ്ടുവന്ന് നമ്മളങ്ങനെ ജോലിയാക്കി ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ടുള്ള ഒരു അച്ഛനെ അങ്ങനെ ധിക്കരിച്ചിട്ട് പോവാന്ന് പറയുന്നത് തെറ്റാണ്. മാധവേട്ടന്റെ മുഖത്ത് നോക്കിക്കൂടാന്ന്. അയാൾ ആകെ നിരാശനായിക്കണേ. അത് ശരി. മോനല്ലേ. ഈ കാര്യത്തിലൊക്കെ രാഘവേട്ടനെ ഭാഗ്യം ചെയ്താണ്. കല്യാണം കഴിക്കാത്തോണ്ട് മക്കളില്ലാത്തോണ്ട് പോയി നോക്കണ്ടല്ലോ. അതെ അതെ, രാഘവേട്ടന്റെ പേരിട്ട് കേറിക്കോ. അതന്നെ. അല്ല അതിനൊന്നിപ്പോ സമയം വൈകിട്ടൊന്നുമില്ല, വേണമെങ്കിൽ പിഴിഞ്ഞു നോക്കാം. എല്ലാം സമയമുണ്ട്. അല്ല സത്യേട്ടൻ എന്തേ പോന്നപ്പോ? ഞാൻ ഇത്തിരി പുളി വാങ്ങിക്കാനേ. രാവട്ടാ പുളിയില്ലേ? പുളിയില്ല, പുളി കഴിഞ്ഞു പോയി. പുളിയില്ലേ? എന്തിനിത് പുളി? എന്തിനു പുളി? പുളി മറ്റേ മീൻകറി വെക്കാൻ. അതിന് തക്കാളി കിട്ടാ പോരെ, 2 പച്ചമുളകും കയറി ഇട്ടാ പോരെ, നല്ല സുഖമായില്ലേ? പുളി കിട്ടുമല്ലോ. മതിയാ? മതിയല്ലോ. എന്നാ പിന്നെ എടുത്തോ. തക്കാളി മതി. അരക്കിലോ എടുക്കാം അല്ലേ? അരക്കിലോ എടുത്തോ. എത്രയാ തക്കാളിക്ക്? എന്താ തക്കാളിക്ക് അരക്കിലിന് 15 രൂപ. 15. തക്കാളി മതിയല്ലോ. തക്കാളിക്കും പുളി, പുളിക്കും പുളി, ഏതെങ്കിലും ഒരു പുളി മതിയല്ലോ.
ഗൂഗിൾ പേ ആണേ. ആ ആ ഓക്കെ. അങ്ങനെയൊക്കെ ഒരു സൗകര്യം ഇതൊക്കെ അല്ലേ? പുതിയ ഫോണ ആ ഞാൻ ഗൾഫിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഞാൻ വിട്ടോടാ. ആയിക്കോട്ടെ ശരി കേട്ടാ. പുളിക്ക് വരാൻ തക്കാളി ജയിക്കൂ. അയ്യോ സമയം 1 മണിയാ പറയും. എന്ത് അച്ഛനെ ഗുളിക കൊടുക്കാണ്ട്. ആവട്ടെ ഞാൻ പോട്ടെ. പോലെയാ ചെല്ലു ആകേട്ടാ. ഒരു സർബത്ത് അടിക്കി. ലെവണ്ണ അടിച്ചിട്ടില്ല അല്ലേ? നാരങ്ങ പുളിക്ക് പകരം തക്കാളി. ചക്കരെ നമ്മള് കാണുന്ന ഒന്നല്ലട ഈ ലോകം. നമുക്ക് ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ വേറെ ചീത്ത വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിന്? ഇല്ല. നമ്മളെ ഇയാളെ മാതോട്ടന്റെ മോൻ ഞാൻ വേറൊരു വീട്ടിലാക്കി കൊടുത്തതിന്റെ പ്രശ്നത്തില് ഈ സുഗതൻ നീക്കെന്തിനാ അതിന്റെ ആവശ്യം? അവരെ ഒന്നിച്ചുണ്ടായിക്കോട്ടെ, അയാളെ കൂടെ എപ്പോഴും വേണമെന്ന് അയാൾക്കൊരാഗ്രഹം. ഞാനൊരു വീടാക്കി കൊടുത്ത് ഇയാളെ എന്നെ ചീത്ത പറഞ്ഞു. ഈ ചീത്ത പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായക്ക്? അപ്പൊ ഞാൻ എന്ത് പറയാനാണ്? സമത്വ സുന്ദരമായ ലോകമാണ് നമ്മൾ സ്വപ്നം കാണും അല്ലേ? അപ്പൊ അവരൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ. ഇപ്പൊ നിന്റെ പേര് ചക്കര 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 ചക്കര, നിന്റെ അച്ഛൻ ഇട്ടതാ പണ്ട് ചക്കര. അയാൾ മാറ്റാൻ വിട്ടിട്ടാ ഈ ചക്കര എന്ന് പുറത്ത് ആരോടും പറയുന്നത് കേൾക്കുമ്പോ എത്ര നാണൊക്കെ ഉണ്ടാവും എനിക്ക്. വേറെ ഒന്നും വേണ്ട, പറ നിന്റെ അച്ഛന്റെ പണിയാ. എനിക്ക് എത്ര സംഘം ഉണ്ടാവും. എന്തെല്ലാം പേരുണ്ട്, മനൂപോ സനൂപോ കരൂപോ എന്തെല്ലാം പേരുണ്ടാവും. ചക്കര അച്ഛൻ പണ്ടിട്ടാ മാറ്റാൻ വിട്ടിട്ടാ. എന്റെ ചക്കര ബാവ കീവ കോവാന്നെല്ലാം വിളിച്ച് ഇങ്ങനെ കൊണ്ടുവരും. അത് മാറ്റൂല. എപ്പോഴും ഒക്കത്ത് വേണമെന്ന് വിചാരിക്കുന്ന അച്ഛന്മാരുണ്ടല്ലോ, ഞാൻ എതിരാണ് അതിന്. എനിക്കിഷ്ടമല്ല. ഞാൻ പണ്ട് എന്റെ അച്ഛൻ അങ്ങോട്ട് മാറ്റി വിട്ടു, ഞാൻ വേറെ പോയി. രണ്ടാളും വേറെ പോയി. അച്ഛൻ എന്റെ മുമ്പിൽ വെക്കൂല, ഞാൻ അച്ഛന്റെ മുമ്പിലും. സങ്കടപ്പെടണ്ട, ഇതാണ് അവസ്ഥ. ഇപ്പൊ ഞാൻ നിന്നോട് ഇതിന്റെ വെള്ളത്തിന്റെ പൈസ എന്റെ കൈമില്ല, ഒരു പ്രശ്നമില്ല. നിനക്ക് ഞാൻ ഉണ്ടാവുമ്പോ തരും, അത് കറക്റ്റ് അല്ലടാ. 2 ദിവസമായി പണിയില്ലാത്ത വെറുതെ കശപശാക്കി ആ പീടിയും പോയിട്ട് സൂതന്നെ. ഇതെന്താ ഇവിടെ വന്ന് നിൽക്കണേ? കണ്ടിട്ട് മുന്നേടെ പോയല്ലോ. എവിടുന്ന്? രാഘവേട്ടന്റെ കടയിൽ ഞാൻ വന്നപ്പോഴേ അവിടുന്ന് ഇറങ്ങി പോണ്ട് ദേഷ്യപ്പെട്ടിട്ട്. എന്തായിരുന്നു വിഷയം? നമ്മൾ ഇയാണ്ട് മാധവട്ടന്റെ മോൻ പ്രദീപ് ഉണ്ടല്ലോ. ആ പ്രദീപ്. ഈ പ്രദീപ് എപ്പോഴും അച്ഛന്റെ ഒപ്പനല്ല. ഇപ്പൊ കുട്ടികളായി, 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. ഒന്നിച്ചെന്നെ നിക്കണ്ട, ഒന്ന് മാറി നിക്കണം ഓന്റെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞു. അച്ഛൻ എപ്പോഴും കീരിയാക്കും. അച്ഛതാ ആടപ്പുണ്ടോ, നീ സിനിമക്ക് പോണ്ട, ഓളെയും കുട്ടി നീ പോണ്ട സിനിമക്ക് പറഞ്ഞാൽ അവൻ പോകൂല. അപ്പൊ അമ്മ അറിയാം എന്നോട് വീടൊന്ന് വിട്ടുവെച്ചു, വാടക വീട് മാറി താമസിക്കാം. അതിന്റെ ഞാൻ സെറ്റാക്കി കൊടുത്തു. ഈ സെറ്റാക്കി കൊടുത്ത് ഈ സുഗതൻ അറിഞ്ഞിട്ട് എന്നെ ഇന്ന് ചീത്ത പറയാൻ ബാക്കിയില്ല. അല്ല ഉണ്ണിയ, ഓ വലിയ ആളായില്ലേ, കല്യാണമൊക്കെ കഴിച്ചില്ലേ? അല്ലേ? ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഓന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, ഓന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, ഒന്നും പറ്റൂല. വളരെ മോശം അതൊക്കെ ആ സ്വഭാവം. ഇതാണ് ഞാൻ പറഞ്ഞത്. തെറ്റുണ്ട് ഇത്. എന്താ പറ്റി കേട്ടോ? ഒരു തെറ്റില്ല. കുട്ടികളൊക്കെ എന്താ വെച്ചാല് ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കാലിൽ നിൽക്കണം. സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണുന്നതാണ് അച്ഛന്മാരുടെ സന്തോഷം. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ വേണ്ടത്? ആ ഇത് ഞാൻ പറഞ്ഞ തെറ്റാണോ? ഒരു തെറ്റില്ല. ഇത്രേ ഇല്ലു. ഞാൻ പറയുന്നത് നിങ്ങളും ഇങ്ങനെ കേൾക്കാനുണ്ടായല്ലോ, കേട്ട് മനസ്സിലാക്കുമോനെ. വിവരമില്ലാത്ത കൂട്ടരെയാ വിറ്റ് അങ്ങനെ പലതും പറയാം. അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അതാണല്ലേ. അല്ലാതെ തക്കാളി എവിടുന്ന്? ഞാൻ ഇതിലെ പോകുമ്പോ നിന്നെ കണ്ടില്ല അവിടെ. അപ്പൊ ആ രാഘവേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് തക്കാളി വാങ്ങി. പുളിങ്ങയ്ക്ക് പോയതാ, പക്ഷെ പോകുമ്പോ പുളി ഇല്ല അവിടെ. പുളി ഇവിടെ ഉണ്ട്. പുളി ഇവിടെ ഉണ്ടോ? ആ ഇന്ന് 1 ലക്ഷം പുളി എടുത്തോ. എത്ര? 100 എടുക്കട്ടെ? ആ കാലെടുത്തോ. കാലെടുക്കും. പുളിക്ക് പോയതാണ് മീൻകറി വെക്കാനേ. ഇവിടെ എല്ലാ സാധനം ചെറിയ കട നോക്കണ്ട. ഓന്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനം ഇല്ല. എല്ലാം അത്യാവശ്യമുള്ള സാധനം തരും. പുറത്ത് പറഞ്ഞക്കല്ല, ചെറിയൊരു ബീവറേജ്. രാഘവട്ടം പറയണേ, മീൻകറിയില് പുളിക്ക് പകരം തക്കാളി ഇട്ടാലും മതി, പച്ചവളമൊക്കെ ഇട്ടിട്ട് തക്കാളി ഇട്ടാ മതി, നല്ലതാന്ന്. അങ്ങനത്തെ മട്ടത്തിനെ പറഞ്ഞു മൂപ്പരുടെ ഒരു കാര്യം പറയട്ടെ. ഞാൻ വിട്ടോട്ടെ. ശരി. ശരി. കണ്ടാ ആ നിലപാട് ആ മനുഷ്യന്റെ. ഇങ്ങനത്തെ ഒരു 9 ആള് നമ്മൾ പഞ്ചായത്ത് ഉണ്ടായാൽ മതി. 10 ഞാനുണ്ടല്ലോ, ഈ നാട് നന്നാവും. എന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്താ സംഭവിച്ചെന്ന് പിടുത്തില്ല. സംഭവിച്ചെന്താ? വോട്ട് കിട്ടിയില്ല, തോറ്റു. അല്ല തോറ്റു. അതേ
തോറ്റൊന്നും പറയാറായില്ല. അതായത് ഇത്തവണ വികസന പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ട് നടത്തിയിട്ടില്ല. അല്ല അങ്ങനെ പറയില്ല കേട്ടോ മണ്ടോത്തിരി, അങ്ങനെ പറയരുത്. ഇപ്പൊ ഈ കഴിഞ്ഞ 2 തവണയും ജയിച്ച ഒരാളാണല്ലോ ഞാൻ, അതെ അല്ലേ? അപ്പൊ ഈ 10 വർഷമായിട്ട് ഈ വാർഡില് ചെയ്ത പ്രവൃത്തികളൊക്കെ എല്ലാവർക്കും അറിയണല്ലേ? ആ ആ സത്യ കടയിലേക്ക് പോയില്ലേ? ആ ശീതള, ആ എന്താ നമ്മൾ തോറ്റൂല്ലേ? ഇത് എവിടെ പോ എന്റെ എന്താ അബദ്ധം പറ്റിയിട്ടുള്ളത്? ഒന്നും പറ്റിയിട്ടില്ല. ഏയ് ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇനി ഇതിലും മീത് എങ്ങനെ പ്രവർത്തിക്കും അല്ലേ? പിന്നെ ഇനിയിപ്പോ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, പാർട്ടിയുടെ നിലപാട് വെച്ച് നോക്കിയാൽ ഇപ്പൊ ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള പ്രവർത്തനല്ലേ? പിന്നെ ശീതളിനും അതൊന്നും ഒരു പട്ടിക്കന് മാറിയിട്ടില്ല. ആണ് മണി തൂക്ക് നീങ്ങിയില്ല. ഇല്ല ഇല്ല ഇല്ല. പിന്നെ എന്താ ഈ ആൾക്കാർക്ക് എന്താ പറ്റി? എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും ഓർക്കണ്ടേ? ആ അപ്പൊ അതിന്റെ ഒക്കെ ഒരു തുടർച്ച ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ചെയ്യിക്കണ്ടേ? വേണ്ടേ? ഞാൻ ആലോചിക്കണതല്ല സത്യ. അപ്പൊ ഞാനൊരു 5 വീട്ടിലെങ്കിലും ഞാൻ കേറി. ഈ 5 വീട്ടുകാരും മുഴുവൻ നോട്ട് എനിക്ക് തന്നെ എഴുതണം. അങ്ങനെ നോക്കുമ്പോ എങ്ങനെ ഞാൻ ഇത് ആരെ പിന്നെ ചെയ്യാത്ത എങ്ങനെ തോറ്റ് എന്നുള്ളതാണ്. അതെ, ഞാൻ പറഞ്ഞില്ലേ ആ റോഡിന്റെ പണി പകുതിക്ക് നിർത്തിയതും അഴിമതി ആരോപണം ഒക്കെ ബാധിച്ചിട്ടുണ്ടേ. റോഡിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു ഉഴക്ക് വെള്ളം അങ്ങോട്ട് തീർക്കാൻ വേണ്ടിട്ട് റോഡിന്റെ നടുക്കിൽ കൂടെ കാണാൻ കീറാന്ന് അത് പറ്റില്ല. നടക്കണ കാര്യം അത് അവിടെ തന്നെ പറ്റുമത്. പിന്നെ അല്ലാണ്ട് അതവിടെ ആ ഒരു വെള്ളം അവിടെ താഴെ ഒരു കുഴി കുത്തിയിട്ട് എന്തെങ്കിലും സംവിധാനം നമ്മൾ പറഞ്ഞാലോ കൂട്ടാക്കണ്ടേ? ഓ ഇപ്പൊ ജയിച്ച മെമ്പർ എന്ത് ചെയ്യണേ പറയണ്? 10 കൊല്ലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പിന്നെ തുടർച്ചയായിട്ട് അതിന്റെ ഒരു തുടർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ശീതളം ജയിക്കണ്ടേ? എന്നാലേ അത് നടക്കുള്ളൂ. നമ്മളൊക്കെ എല്ലാം റെഡിയാക്കി വക്കത്താക്കി വെച്ച് ഇനിയിപ്പോ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് തോണ്ടി കൊടുത്താ പറയേ പിന്നല്ല നടക്കും. മാത്രല്ല ലേറ്റ് എല്ലാ സ്ട്രീറ്റ് ബൾബ് എല്ലാം ഇട്ടിട്ട് ഞാൻ എല്ലാം നേരാക്കി കൊടുത്തില്ലേ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യിച്ചു. പല മീറ്റിംഗും നടന്ന് ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചോട്ടിൽ നിന്നിട്ടാണേ. ശാരദേച്ചി കഴിഞ്ഞ തവണ അതേമാതിരി പഞ്ചായത്തിൽ നിന്ന് പശുക്കിടാവിനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ശാരദേച്ചിക്ക് ഒരു പശുക്കുട്ടീനെ കിട്ടി. ഇപ്രാവശ്യം മറ്റേ കോഴീനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കോഴികളെ കൊടുത്തതിൽ ഇവർക്ക് 2 കോഴീനെ കിട്ടിയില്ല. എല്ലാ പ്രാവശ്യം ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പരാതി. നമ്മൾ കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ കൊടുത്തിട്ട് അതാണ് വാങ്ങി നക്കിയിട്ട് വോട്ടാണ് മാറ്റി ചെയ്യാ. എന്തെന്നാ അതിനൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ പറയാ? ഒന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ജയിച്ച സ്തുതി ഉണ്ടല്ലോ, എന്തിനു കൊള്ളും? 5 പൈസയുടെ വിവരം എന്ന് പറയുന്നത് ആ സാധനം മെമ്പറൊക്കെ ആവുകയാണെങ്കിൽ എല്ലാ ആളുകളെയും ഒരേപോലെ കണ്ടിട്ട് അവർക്ക് എന്താ ആവശ്യങ്ങൾ വേണ്ടി ചോദിച്ചിട്ടൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുക്കണ്ടേ? അത് ശീതളം ചെയ്ത പോലെ ചെയ്തു കൊടുക്കണ്ടേ? ഇനിയിപ്പോ ശീതളം ചെയ്ത പോലെയുള്ള സംഗതികൾ ചെയ്യാൻ അവന് പറ്റുമോ? അതല്ലേ അനുഭവിക്കട്ടെ. എന്താണ് എത്ര വന്നാലും എന്റെ പ്രവർത്തനത്തിലും പാർട്ടിയുടെ നിലപാടിലും എനിക്കൊരു തെറ്റും തോന്നില്ല. സത്യ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? വിഷമിക്കണ്ട. അല്ല ഞാൻ പറയാം, ഈ 5-10 വർഷം എന്റെ വാർഡ് ഈ 10 വർഷക്കാലം എന്റെ വാർഡിന് വേണ്ടിയിട്ട് ഒരു മെമ്പർ എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും. അപ്പോ അത് മനസ്സിലാവാത്ത ജനങ്ങള് കണ്ടറിയട്ടെ, പഠിക്കട്ടെ. അതെ അതെ, അങ്ങനെ തന്നെ മനസ്സിലാക്കട്ടെ. അത്രയും വിളിക്കുക. അല്ലാതെ എനിക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടായ മതി. അല്ല വിഷമിക്കാൻ വേണ്ടി പറഞ്ഞാലേ ഞാനൊരു മെമ്പറിന്റെ പോലല്ല നിന്നിട്ടുള്ളത്, കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. വിഷമം കണ്ടപ്പോഴേ അതെ ജയിച്ച നമ്പർ വന്നിട്ടല്ലോ. പഴയ മെമ്പറെ സുഖല്ലേ?
സത്യേട്ടാ വാ വാ. ഒരുപാട് നന്ദിണ്ടേ. പിന്നെ ചില്ലറയൊന്നല്ല, ഒരുപാട് നന്ദി. ഇതില്ല. സന്തോഷം ഒരുപാട്. സത്യേട്ടാ നന്നായി ജയിച്ചു. അതെ അതെ, മനസ്സ് നന്നായണ്ടല്ലോ, പിന്നെ ഒന്നും നോക്കണ്ട, എല്ലാം കൂടുന്നു. ഒരുപാട് സന്തോഷം. അടിപൊളി. ഏതായാലും ഇപ്പൊ ജയിച്ചു വന്നല്ലേ. അതെ, നമുക്ക് എന്തെങ്കിലും ഒരു മധുരം എന്താ നമുക്ക് ചായ ചായ കുടിക്കാം. അല്ലെ നാരങ്ങളോട് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കഴിച്ചോളൂ. അതെ, നിങ്ങൾ അവിടെ ഇരുന്നാ മതി. ശീതളല്ലോ പോയി. ശീതളപ്പണ ഇറങ്ങിപ്പോയുള്ളൂ. ഭയങ്കര വിഷമമുണ്ട് പുള്ളി. വിഷമോ? എന്തിനു വിഷമിക്കുന്നത്? എന്റെ സത്യേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവര് പ്രത്യയ ശാസ്ത്രവും അതുപോലെ ഭൗതികവാദമെല്ലാം പറഞ്ഞിങ്ങനെ നടന്നതിനെ കൊണ്ട് കാര്യമുണ്ടോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം. അപ്പോഴേ ജനങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവും. അതൊക്കെ ആരോട് പറയാ. അതാ പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയാ. ഈ റോഡ് 10 കൊല്ലം ശീതള ഇവിടെ വാർഡ് മെമ്പർ ആയല്ലേ? അതെ അല്ലേ? എന്ത് പണിയായി കാണിച്ചു നിങ്ങൾ പറ. ഒന്നും ചെയ്തിട്ടില്ല. ഞാട്ടിക്കണ്ടം പോലല്ലേ റോഡ് അല്ലേ? അതെ. പിന്നെ വേറെ കാര്യം, ഇവരുടെ പാർട്ടിക്കാരെ അവസ്ഥ നോക്കുന്നത്. ഇവരുടെ മക്കള്, മരുമക്കള്, അമ്മാമേ, അമ്മായി, ഇളയമ്മ, എല്ലാവർക്കും ജോലിയല്ലേ. ഇവരെല്ലാം പാർട്ടിന്റെ എല്ലാം മറ്റു പല ഘടകങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിലും. ജനങ്ങളെ പരിഗണിക്കണ്ടേ? പിന്നെ പരിഗണിക്കണ്ടേ. ഇപ്പൊ ശീതളുടെ കാര്യം തന്നെ നോക്കി. നേരത്തെ എന്താ ഉണ്ടായിരുന്നു? ഇപ്പൊ 2 നില വീടായി, കാറായി. അതൊക്കെ ചേട്ടൻ നോക്കിയോ, അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇവരോട് ആരും ഉണ്ടാവില്ല. അതാ പറയുന്നേ, അകന്നുപോയി, ഒരുപാട് അകന്നുപോയി. എല്ലാം പോട്ടെ, തോറ്റെന്നെങ്കിലും സമ്മതിക്കാൻ ചങ്ങായിക്ക് പറ്റുന്നുണ്ടോ? എന്താ അതിന്റെ കാര്യമൊക്കെ പറഞ്ഞ എന്റെ സ്തുതിയം. 10 കൊല്ലായിട്ട് ഒരു റോഡും മര്യാദക്ക് ഇവൻ ചെയ്തിട്ടില്ല ഈ ശൈതള എന്ന് പറഞ്ഞ കക്ഷി. അതെ. അപ്പൊ ആളുകൾക്കൊക്കെ തിരിച്ചറിവാണല്ലോ ഇപ്പൊ കാണുന്നത് നമ്മള്. ഇപ്പൊ കണ്ടത്. അതുപോലൊരു കാര്യം, എന്തോ ഒരാൾക്കാർ ഈ വഴി നടന്നു പോകുന്നതാണ്. ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് വൃത്തിക്ക് കത്തുന്നുകൾ കണ്ടില്ല? ഒന്നും കത്തണില്ല. രാത്രി ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കടയിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിങ്ങോട്ട് വരണം എന്നുള്ള കണ്ണാണ്ട് കാണൂല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ആളുകൾ ഇത് മനസ്സിലാക്കി. അതെ അതെ അതെ, ആളുകൾ ഇത് മനസ്സിലാക്കി. അതുകൊണ്ട് തിരിച്ചാണ്ട് കുത്തി ഇനി വീട്ടിലിരിക്കട്ടെ. ഇരിക്കട്ടെ, ലേശിരിക്കട്ടെ. ഇനി നമുക്ക് സംഗതികളൊന്ന് പ്രവർത്തിച്ചാണ് കാണിച്ചു.